നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്ത് കേരളം വിട്ട് മേലോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് അടിപൊളി കിടിലം ഫുഡ് കാണാല്ലേ. ഒരു വെസ്റ്റ് ഇന്ത്യൻ സ്റ്റൈൽ ഫുഡാണ് നമ്മുടെ പാവ് ബജി. ഞാനിപ്പോഴത് നമ്മുടെ മുംബൈയിലോ മഹാരാഷ്ട്രയിലോ ഒന്നല്ല, നമ്മുടെ സ്വന്തം കോഴിക്കോട് ബീച്ചിന്റെ തൊട്ടടുത്തുള്ള ഒരു അടിപൊളി റെസ്റ്റോറന്റ്. ഇവിടെ കയറി കഴിഞ്ഞാൽ ഫുള്ള് വെറൈറ്റി ഐറ്റംസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, നമ്മുടെ കേരളത്തിലുള്ള പല വെറൈറ്റി സംഭവങ്ങളും ഇവിടെ സെറ്റാണ്. ഇനി അതൊക്കെ പോട്ടെ, നമ്മുടെ ബീച്ചിലെ ആ ഒരു കാറ്റും കൊണ്ട് ചായ ഇങ്ങനെ കുടിച്ചാലുണ്ടല്ലോ വേറെ ലെവൽ. സത്യം പറയുകയാണെങ്കിൽ ഇവിടെ കയറിയപ്പോൾ ആദ്യം കണ്ടത് ഈ കാണുന്ന പാവ് ബജിയാണ്. ജീവിതത്തിൽ ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. കുറെ കാലയിക്കണം ഈ ഒരു സാധനം കഴിക്കണം എന്ന് വിചാരിച്ചു ബട്ടറൊക്കെ ഇട്ടിട്ടുള്ള അവരുടെ സ്പെഷ്യൽ മസാല സെറ്റ് ആക്കിയതിനു ശേഷം ഒരു വെറൈറ്റി ഷേപ്പിൽ ബട്ടർ ബന്നൊക്കെ എടുത്ത് ചൂടാക്കി കട്ട് ചെയ്ത് ഒരു പ്ലേറ്റ് എടുത്ത് അതിന്റെ നടുഭാഗത്ത് അവരുടെ സ്പെഷ്യൽ മസാല കൊഴിച്ച് കട്ട് ചെയ്ത് നമ്മുടെ ബട്ടർ ബൻ എടുത്ത് അതിന്റെ സൈഡിലോട്ട് അങ്ങോട്ട് വെക്കും. എന്നിട്ട് അങ്ങോട്ട് ചൂടോടെ ആ ഒരു ബട്ടർ ബൻ എടുത്ത് മസാലയിൽ അങ്ങോട്ട് മുക്കി കഴിച്ചാലുണ്ടല്ലോ മോനെ ജിൽ ജിൽ ജിക. ഇവിടെ വരികയാണെങ്കിൽ ഒന്ന് ട്രൈ ആക്കിക്കോളി. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. പക്ഷെ എനിക്ക് ശരിയാക്കണം കേട്ടോ. ഒരു വട്ടെങ്കിലും ജീവിതത്തിൽ വെറൈറ്റി ഐറ്റംസ് ഒക്കെ കഴിക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ ആശിക്ക് ഒരേ ഒരു നിർബന്ധം പാനിപ്പൂരി കഴിക്കണം എന്ന്. പാനിപ്പൂരി എനിക്ക് അത്ര ശരിയാവില്ല, കാരണം ഇതിന്റെ ഫാൻ അല്ലാത്തതുകൊണ്ട്. എന്നാലും ആസ്വദിച്ച് കഴിച്ചു. നമ്മുടെ സെലക്കും അത്ര ശരിയായിട്ടില്ല, പക്ഷെ നമ്മുടെ ആശിക്ക് അതൊരു ജീവനായിരുന്നു. അത് മാത്രമല്ല, നമ്മുടെ മൊജിറ്റോ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഗ്രീൻ ആപ്പിൾ ആണ് ഞങ്ങൾ എടുത്തത്. ഒരു അടിപൊളി സംഭവം കഴിഞ്ഞിട്ടില്ല. ഇനി മധുരപ്രിയരാണെങ്കിൽ ഒരു സാധനം കൂടി, പലതരം വെറൈറ്റി പായസങ്ങളൊക്കെ ഉണ്ട്. ബോളിയും പായസമൊക്കെ അടിച്ചാലുണ്ടല്ലോ വേറെ ലെവലാണ്. ആ ഒരു സംഭവമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ സ്പോട്ട് മറക്കേണ്ട ബീച്ചിന്റെ തൊട്ടടുത്തുള്ള സ്റ്റാർബക്സിന്റെ ബാക്കിലുള്ള കുക്കു താനൂർ.